ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതം അന്തരംഗം. ഓരോ ഭാരതീയനും ഹൃദയത്തിലേറ്റുന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്തെ. പാരമ്പര്യവും പൈതൃകവുമെല്ലാം പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു ഇന്ത്യയിൽ. അടുത്തൊരു റിപ്പബ്ലിക് ദിനം കൂടി വരികയാണ്. തകർപ്പൻ ആഘോഷങ്ങളുമായി എത്തുകയാണ് ടോപ്പ് സിംഗറും. ഇങ്ങനെ ഒരാൾ നമുക്ക് മലയാള സിനിമയെ സംബന്ധിച്ച് ഭയങ്കര നമുക്ക് അഭിമാനമാണ്. ജനാധിപത്യ ഭരണം, അതായത് അംഗങ്ങൾക്കെല്ലാം തുല്യ അവകാശമുള്ള സമൂഹം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമാണ് റിപ്പബ്ലിക് ദിനമായി നാം ആഘോഷിക്കുന്നത്. സ്വന്തമായി ഭരണഘടനയുള്ള പരമാധികാര രാജ്യമായി ഇന്ത്യ മാറിയ ദിനം 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ക്ലോസ് ആയിരുന്ന പലരും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് അവർ പോയി. ധീര സൈനികൻ ലാൻസ് നായിക് ആന്റണി സെബാസ്റ്റ്യന്റെ കുടുംബാംഗങ്ങൾ. ബ്രിട്ടീഷുകാരിൽ നിന്നും 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന അന്നുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിനും നടത്തിപ്പിനും ഭരണഘടന ആവശ്യമായതിനാൽ 1947 ഓഗസ്റ്റ് 29-ന് ഭരണഘടനാ നിർമ്മാണത്തിനുള്ള പ്രത്യേക കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഡോക്ടർ BR അംബേദ്കറാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ക്യാപ്റ്റൻ ചെറി പ്രേമരാജ്. വളരെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികൾ എത്തുന്ന നാളത്തെ തകർപ്പൻ എപ്പിസോഡുകളിൽ കുട്ടിപ്പട്ടാളങ്ങളും തകർപ്പൻ പ്രകടനങ്ങളുമായി എത്തുകയാണ്. പ്രേക്ഷകർക്കായി വിസ്മയകരമായ ദൃശ്യവിരുന്നാണ് ടോപ്പ് സിംഗർ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട് അഭിമാനമുണ്ട്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ചെയ്തത് എന്നും ഓർക്കപ്പെടും. മനോഹരമായ നിരവധി നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ജനപ്രിയ പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. പാട്ടും നൃത്തവും തമാശകളും സർപ്രൈസുമൊക്കെയായി ഉത്സവ പ്രതീതിയാണ് ഓരോ എപ്പിസോഡിലും പ്രേക്ഷകർക്കായി ടോപ്പ് സിംഗർ നൽകുന്നത്.